ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ് ഓഫ് സ്പാർക്കീസ്. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദുബായിന്റെ പുതിയ നമ്മുടെ ആർക്കിടെക്ചറായ ഫ്രെയിമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്രെയിമിലേക്ക് ഇന്ന് കയറാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട്. നമ്മളപ്പോ ഫ്രെയിമിലാണ്. ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് കയറാനൊരു ടിക്കറ്റ് എടുക്കാൻ പോയൊക്കെയാണ് അച്ഛൻ. അപ്പൊ നമുക്ക് ഫ്രെയിമിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങളെല്ലാം കണ്ടറിയാം. കമോൺ. ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ ടിക്കറ്റ്. നമ്മൾ നാലെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് കയറാം. കമോൺ. എൻട്രൻസ് അല്ല, നമ്മുടെ ടിക്കറ്റ് ഒക്കെ കയ്യിലുണ്ട്. അയ്യോ, എന്ത് വലിയതാണല്ലേ. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും തല ഇറങ്ങി വീഴാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഞാനും നല്ലോണം പേടി തോന്നുന്നുണ്ട്. എന്താവും ഇവിടെ വന്നപ്പോ വരെയും എക്സൈറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ സ്കേറി. എനിക്കൊന്നും പേടിയില്ല. ഒരു പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങള് ഇവിടെ ഓൾറെഡി 7 മണിയായി. ഇനിയിപ്പോൾ 8 മണി വരെയുള്ള ഇവിടുത്തെ ടൈമിങ്. അപ്പോൾ 1 അവർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് മതിയെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ ഭാഗത്തോട് കടത്തി വിട്ടത്. പിന്നെ കുട്ടികളുടെയൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. നന്ദു അത് പറഞ്ഞില്ല. ഇന്ന് തൊട്ട് ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 മാസം അടിച്ചു പൊളിയാണ് ഞങ്ങൾക്ക്. ഇവിടെ ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ തുടങ്ങണം നമ്മുടെ നാട്ടിലേക്കാളും. അതിൽ കൂടി ഒരു ലിഫ്റ്റ് പോകുന്നുണ്ട് കേട്ടോ. നോക്കി ഇവിടെ കാണാൻ. അയ്യോ, ഓ മൈ ഗോഡ്. ശരിക്കും എന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഗോൾഡൻ കളർ അല്ലേ? വാള്, വാവ്, സൂപ്പർ സൂപ്പർ. ഗ്ലാസും അതിന്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെയും സൂപ്പറാണ്. നോക്കിയേ, ഇതെല്ലാം ഒരു ഇരുട്ടുന്നതിന് മുമ്പുള്ളൊരു വ്യൂ ആണ്. ഇതിന് ശേഷം നമ്മൾ കറങ്ങി തിരിച്ചു ചിലപ്പോ നമ്മ മോളിൽ ചെല്ലുമ്പോഴൊക്കെ ഇരുട്ടി തുടങ്ങും അല്ലേ? തുടങ്ങുകയും തിരിച്ചു വരുമ്പോൾ അതിന്റെ ഒരു വ്യൂ കാണാൻ പറ്റും. ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ. കാരണം സന്ധ്യ പറയും. ഇതിന്റെ ഫ്രണ്ടൊക്കെ കുറച്ച് വെള്ളം ആയിട്ടുള്ള വാവന്റെ എൻട്രൻസ് എത്തി. എൻട്രൻസ് അല്ലേ ഇത്? ലേഡീസിന് വേറെ ജെന്റ്സിന് വേറെ വേണോ? ഓക്കെ, ഇപ്പൊ അങ്ങനെ വ്യത്യാസമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഓരോ ടിക്കറ്റും അവര് നോക്കുന്നുണ്ട്. വാവ്, ഓ, ഹലോ. ഇപ്പോ ചെറുതായിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒന്ന് അവരെടുത്ത്, അതെനിക്ക് തോന്നണ കോപ്പിയിലപ്പോ കിട്ടുമായിരിക്കും. നമുക്ക് ലാസ്റ്റ് തരുന്നവര് പറഞ്ഞു. അപ്പൊ നമ്മുടെ Oh wow, wow, super.
പുതിയൊരു സ്ഥലത്ത് വരുമ്പോ ഒരു സന്തോഷമാണ്, പിന്നെ ഒരു പേടി. ഇതിപ്പോ ശരിക്കും നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറാൻ പോകണം. ഇവിടുത്തെ ഫസ്റ്റ് ഫാദർ ഓഫ് ദുബായ്. ഈ പേരൊന്ന് വായിച്ചു. ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം, ഫാദർ ഓഫ് ദുബായ്. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു തിയേറ്ററിൽ കയറുന്ന പണ്ട് ഇവിടെ ദുബായിന്റെ പ്രൊജക്ടറിൽ വെച്ചേക്കണേണ്. പണ്ടത്തെ ദുബായിയുടെ ഒരു ഇതൊക്കെ ആയിരിക്കും അല്ലേ? മണ്ണാണ്. മറ്റേ ഉരു അല്ലേ ഇത്? അല്ലേ? ശരിക്കും ഉരു പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നാണല്ലേ കൊണ്ടുവന്നേക്കണത്. വാവ്, പഴയ ദുബായ്. ഈ വീഡിയോ നമ്മുടെ എത്ര മിനിറ്റ് നമുക്ക് പോകും എന്നറിയില്ല കേട്ടോ. ഉണ്ട്, ഇത് ശരിക്കും പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ അവരിവിടെ നമ്മുടെ ചിമ്മിണികളൊക്കെ കയറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് നോക്കി, നമ്മിപ്പോ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ നമ്മൊരു വീടിന്റെ ജനലിൽ കൂടി ആൾക്കാർ പണ്ടത്തെ അവരുടെ ആ ഒരു മാസ്ക് എന്താ പറയാ, തല മറക്കുന്ന സാധനങ്ങൾ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് പല ആൾക്കാർ ഇത് ഇടുന്നത്. അവരുടെ പണ്ടത്തെ ഒരു ഇതാണ് ഈ കണ്ടവര് എന്തോ ഓലയും വെച്ച് എന്തോ ഉണ്ടാക്കണേണത്, പനയുടെ ഓലയും വെച്ചുകൊണ്ട്. വാവ്, സൂപ്പർ. താഴെ നോക്കി പാത്രത്തിലൊക്കെ എന്തോ ഇതിന്റെ മതിലൊക്കെ ഒരു അല്ലേ കയ്യിൽ മെഷീൻ. പക്ഷെ ഈ വഴി നമുക്ക് പോകാൻ പറ്റില്ല, ഇത് വേറൊരു മതിലാണ്. ഇതൊരു സ്ക്രീനും ഇത് ഒറിജിനലും ആണ്. ലോക്കൊക്കെ ഉണ്ടാക്കി ഇവിടെ നമുക്ക് വലിയ കയ്യില് അരി, സുഗന്ധദ്രവ്യങ്ങൾ, അതെ, മറ്റേ സ്പൈസസ്, നെല്ലിക്ക അല്ല നാരങ്ങ ഉണക്കിയത്, കൽക്കണ്ട. ഓൾഡ് ദുബായ്. അതെ, ഓൾഡ് ദുബായ്. ഇതിപ്പോ നമ്മ പിന്നെയും ഒരു പ്രൊജക്ടറിന്റെ ആ ഒരു ശരിക്കും കടലിന്റെ അതുപോലെ 3D ഫീലിംഗ്. ഇപ്പൊ നമ്മതേ ലിഫ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോണേണ്. നമ്മളോടിപ്പോ പറഞ്ഞേക്കണം വ്യൂ ഡെക്കിൽ പിടിച്ച് നിൽക്കാനാണ്. നമ്മളത് നോക്കിക്കോ, രാത്രി ആയാൽ സംശയം. സ്പീഡിൽ പോണല്ലേ ഇത് നോക്കി, സൂര്യനെ നോക്കിയോടെ. ആ സൂപ്പർ. പൊങ്ങിയല്ല, നമ്മളാണ് പൊങ്ങിപ്പോണ. പേടിയാവണേ. ഇനി ഇതിന്റെ മേൽ എത്ര ഫ്ലോറിൻ്റെത്? ഇതവര് കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ വന്ന വഴി നോക്കിക്കൊണ്ട് അനുവിന് പേടില്ല. കൈയൊന്നു എന്റെ കൈയൊക്കെ ഒന്ന് തുറക്ക്. ഡ്രൈ ഡ്രോപ്സ് കാണുന്നുണ്ടല്ലേ? എല്ലാവരും പറഞ്ഞു. ഈ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാലോ. തിരിച്ചു പോകുമ്പോഴുള്ള ഓൾഡ് ദുബായ്, ചെവിയൊക്കെ അടയും. അയ്യോ, മേളിലെത്തിയിട്ടുണ്ട്. നമ്മളിതാ
So you all are 150 meters. ഇത് നോക്കി നിങ്ങ ഇതുണ്ടോ? ദിസ് ഈസ് കോൾഡ് സ്കേറി വാക്ക്. അത് നമ്മൾ ചവിട്ടുമ്പോഴാണ് അത് തെളിഞ്ഞു വരുന്നത്. നടക്കാം, നന്ദു നടക്കാം. എനിക്ക് പേരാണ്. ഇതാണ് ഇതിന്റെ അടിയിലെത്തിയത്. ഞങ്ങൾക്ക് അതിന്റെ മേലേക്ക് കയറാനായിട്ട് പേരാവുന്നുണ്ട്. മനുവേട്ടൻ ധൈര്യമായിട്ട് ആ ചില്ലി കൂടി നടക്കാം. നന്ദു നടക്കാം. നന്ദു കണ്ടോ, ബുർജ് ഖലീഫ എവിടെ നിന്നാ കാണാം. ഇവിടുത്തെ ഷെയ്ഖിന്റെ ഫോട്ടോ അവിടെ താഴെ അവരത് വരച്ചിട്ടുണ്ട്. വൗ. കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇത് നടക്കണം, അതൊരു എക്സൈറ്റ്മെന്റ് ഫിനിഷ് ആവുള്ളൂ. അപ്പൊ ഇതിന്റെ എക്സൈറ്റ്മെന്റ് ഇത് ഇല്ലെന്നോ മാഷ് ഇതെടുക്ക്. എന്നുവെച്ചാല് ഞാൻ പറഞ്ഞത് ഏറ്റവും നടുക്കോട്ട് പോകണ്ട, ഈ സൈഡിൽ കാണുന്ന മതി. ആ, നടുക്കോട്ട് പോയില്ലേലും കുഴപ്പമില്ല. ഞാൻ താഴെ നോക്കൂല കേട്ടോ. ഇത് ഓണാണോ? നന്ദു വീഡിയോ പിടിച്ചോ, അമ്മയുടെ ഇതിപ്പോ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും കൂടിയാണ്. സ്കേറി വാക്ക് എന്നാണ് ഇതിന്റെ പേര്. എനിക്കും വരെയും പേടിയാവുന്നുണ്ട്. അമ്മ ഫിനിഷ് ആക്കിയിരിക്കുന്നു, ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇതായിരിക്കും അല്ലേ ഓൾഡ് ദുബായ്? ഇത് സ്ക്രീനാണത്. ഇത് ചില്ലി ഒറിജിനലാണ്. ഒറിജിനൽ സ്ക്രീനാണത്. പക്ഷേ ഓൾഡ് ദുബായ് പോലെ തന്നെ ഉണ്ട്. ആ ശരിക്കും ഇത് നോക്കി എന്തോരം കെട്ടിടങ്ങളൊക്കെ ഇരുന്ന്. നോക്കുന്ന അപ്പുറത്ത് നോക്കട്ടെ. ഇത് നോക്കിക്കോ, ഞാനിപ്പോ നോക്കി. ന്യൂ ദുബായ് നോക്കി. കൃത്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചില്ലിലൂടെ. ഇതൊരു അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു. അമ്മ ശരിക്കും നോക്കി നമ്മൾ ഫ്രെയിമിന്റെ അടിയിലെത്തി നമ്മൾ കണ്ടുണ്ട്. ഞാനൊക്കെ കാര്യം ഇതിന്റെ നടുക്കൊരു ചെറിയൊരു ഷോപ്പ്. അത് തന്നെ, പെർഫ്യൂം, ചോക്ലേറ്റ്. ഇത് നോക്കി. ഇതിൽ നമുക്ക് 3D ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസ്ഫർ സ്ട്രക്ചർ ഓഫ് ദുബായ്. ഇത് നല്ല രസത്തിൽ ശരിക്കും ഓൾഡ് ദുബായ് എന്ന് പറയണത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നോക്കി. ഞാനിത് കണ്ടപ്പോ ആദ്യം എനിക്ക് തോന്നിയത് ഇത് ഓൾഡ് ദുബായ് സ്ക്രീനിൽ ഇതാക്കിയാണ് പോയത്. ഒറിജിനലാന്ന് കൃത്യം ഇത്ര നാൾ നമ്മൾ ഇവിടെ എത്ര നാളെ എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടിയില്ല. ഇപ്പൊ ഒരു വർഷം കഴിയാറായി നമ്മുടെ ഞാൻ പറഞ്ഞ ഞാൻ നടക്കണം. ഇത്രയും സേഫ്റ്റി ആയിട്ട് ഇവിടെ ചെയ്തേക്കാം. അല്ലാതെ ഒരാളും ആ ഒരു വിശ്വാസം മതി ഇവിടെ ദുബായിരിക്കും. ഓ മനോരനും അങ്ങനെ ഒരു ഫുൾ എന്നിട്ട് ഗ്ലാസിന്റെ മെള്ളിൽ കൂടി നടന്നു കഴിഞ്ഞ്. പിന്നെ ഞാൻ ഒറ്റക്ക് ഞാനും കൂടി ക്ലാസ്സിൽ നടക്കാം.
ആ ഫ്രെയിമിന്റെ ഒരു വാളല്ലേ വാള് റെഡ് കളർ നമ്മൾ കയറി വന്ന കേറി വന്ന ആ ലിഫ്റ്റ് പോണ ആ സ്ഥലം അത് ഈ ഗ്ലാസ്സിൽ കൂടി കാണുന്നത്. കൈ കഴിയുമ്പോൾ ശരിക്കും ന്യൂ ദുബായിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ബുർജ് ഖലീഫയും വേറെ കുറച്ച് ബിൽഡിങ്സും അല്ലേ. മറീന വ്യൂ, ജബലലി കുറേ ഏരിയാസ്. മുത്തോമ്മയും മനുവും കൂടി ഒരു ചാലഞ്ചിന് ഇറങ്ങിയേക്കണേണ്. ഞങ്ങൾ താഴെ നോക്കൂല അനു പോയി. ഇതെന്താണ് ഈ ബ്ലിങ്ക് ആവണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അമ്മേനെ എടുക്കണം. എനിക്ക് പേടിയാണ്. സെൽഫി അവർ രണ്ടുപേരും കൂടി ഇവിടുത്തെ ഒരു ഫ്രെയിം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് ഫോട്ടോ എടുക്കാം. സ്റ്റൈലിലേക്ക് by saving this photo you can agree let I be displayed on the Dubai moments wall. Ekko note edukka please. Note edukka. Okay. Acha maarre. ഒരു Amme makutne. അനു ആ ഇത് മാറ്റടാ. ആ മാസ്ക് മാറ്റി. അവർ രണ്ടുപേരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്നിട്ട് ഇത് ചെയ്തില്ല. ദണ്ണിത്. ഓക്കെ ഓരോരോ ചേഞ്ചസ് വരുത്തി ചെയ്യാൻ പോകുന്നു. സ്ത്രീക്ക് വീടും നമ്മൊരു ഫോട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇവിടുത്തെ നേരത്തെ രാജാവായിരുന്നു. അപ്പുറത്ത് അബുദാബിയിലത്തെ രാജാവിൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പക്ഷെ പറയണ അതെ സീലിംഗ് LED ലൈറ്റ് ആണ്. അതൊരു ഇതിൽ എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല. ഒരു വളഞ്ഞല്ലേ കണ്ടോ അതിൻ്റെ ഇത് ഫുള്ളും ലൈറ്റും തെളിഞ്ഞിട്ടില്ല അല്ലേ. ഓടിപ്പോണ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. അനുവിന് ധൈര്യമുണ്ട്. നന്ദു പക്ഷെ പേടിച്ചിപ്പുണ്ട്. താഴെ നോക്കി നന്ദു, താഴെ നോക്ക്. അപ്പോ ഓൾഡ് ദുബായില് ലൈറ്റ്സ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്.
ഞാൻ ഒന്നും കൂടി ലൈറ്റ്സ് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ന്യൂ ദുബായിലെ ലൈറ്റ്സ്. ഇവിടെ ഒരു മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വീലാണ്. അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു 10 ദിറംസിന്റെ നോട്ട് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ അകത്തൊരു ഗോൾഡ് കോയിൻസ് ഉണ്ട്. അത് നമുക്ക് കിട്ടും എന്നാണ് ഇത് പറയണത്. 10 AED നോട്ട് ഓൺലി എന്ന് വരെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ചില്ലറ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടാവുമെന്ന്. ഇവിടെ ചോദിച്ചിട്ടാണെങ്കിൽ ആരുടെ അടുത്തും ഇല്ല. ഞങ്ങളിവിടെ ഒരു മലയാളി ഫാമിലിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു, നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നന്ദു അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കണ്. താഴെ നമുക്ക് നോക്കുമ്പോൾ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഫീല് തോന്നുന്നുണ്ട്. എനിക്കത് കൺഫേം ഒന്നുമല്ല, ഒരു എർത്തിന്റെ കാര്യങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിന്റെ താഴെ ഉള്ളൊരു വ്യൂ ആണിത്. നമ്മള് സത്യം പറഞ്ഞാൽ വണ്ടിക്ക് പോകുമ്പോഴൊന്നും ഇത് കാണാറില്ല. പെട്ടെന്ന് അങ്ങനെ കണ്ടതാണ്. ഇപ്പൊ ലൈറ്റ്സ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കണ്. ഇപ്പൊ മൊത്തത്തിലൊരു യെല്ലോ കളറായല്ലേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഒരാളോട് ചേഞ്ച് നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ഒരു ഭയങ്കര ലൂസിൽ ഇങ്ങനെ പോയിക്കൊണ്ട് സാധനം പൈസ ഇട്ടപ്പോഴേക്കും അതിങ്ങനെ എന്താണ് അനു അത് ഇത് ഫ്രെയിമില ദുബായ് ഫ്രെയിം എന്ന് എഴുതിയേക്കണ. അത് ക്ലിയർ ആവണില്ല. ദുബായ് ഫ്രെയിം എന്ന് എഴുതിയിട്ടുള്ള ഒരു കോയിൻ പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ? അപ്പുറത്തന്നെ. ഓക്കെ ഈ കൈ വിടുമ്പോഴാണ് ലൈറ്റ് വരുന്നത്, അറിയാലോ. ഇല്ല, എനിക്ക് മനസ്സിലായില്ല അത്. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, എനിക്കത് ക്ലിയർ ആയില്ല. അപ്പൊ മനോഹരൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇപ്പൊ അതെ കൈ നെക്കി കഴിയുമ്പോ ഈ സ്ക്രീനില് മാറുന്നില്ലല്ലോ. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാണോ? ആ ഓക്കെ, അത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ കൈ വെച്ചപ്പോ. ഇപ്പൊ നമുക്ക് വേറൊരു വ്യൂ കിട്ടും. അയ്യോ, തലറങ്ങണല്ലോ. സ്ക്രീൻ മാറിയിപ്പോ ഇങ്ങനെ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ട്. അതൊന്ന് നമ്മളതൊന്ന് ചരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾഡ് ദുബായ് കാണാൻ പറ്റും. ഈ കൈ ഒന്ന് മാറ്റി കണ്ടു. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇതാണ് ഓൾഡ് ദുബായ്. ഇതിപ്പോ നമുക്ക് ഇപ്പുറത്തെ ഒരു വശമാണ് കാണാൻ പറ്റുന്നത്. ഇതിലിപ്പോ മെയിൻ ആയിട്ട് കാണുന്ന സ്ഥലങ്ങള് പോർട്ട് റാഷിദ്,
ഷെയ്ഖ് സയ്യിദ് അൽ മക്തം ഹൗസ്, ഹെറിറ്റേജ് ആൻഡ് ഡ്രൈവിംഗ്, വില്ലേജസ് ഓഫ് ക്യാമൽ മ്യൂസിയം, പിന്നെ ദുബായ് മ്യൂസിയം, ABCD മെട്രോ സ്റ്റേഷൻ, പിന്നെ ദുബായ് മുനിസിപ്പാലിറ്റി, ബെന്യാസ് റോഡ്, പിന്നെ ദുബായ് ക്രീക്ക്, ദുബായ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, പിന്നെ മക്തം ബ്രിഡ്ജ്, ഫോർട്ട് സയ്യിദ് ഹെറീർ റോഡ്. ഇതാണ് ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ കുറച്ചുകൂടി നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, അതെ എയർപോർട്ട് ശരിക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്രീക്ക് പാർക്ക് ആൻഡ് ചിൽഡ്രൻ സിറ്റി. ഇത് നമുക്ക് ഇങ്ങനെ ഇതാണ്. മൂവ് ചെയ്യാനും പറ്റും, ഇത് നമുക്ക് ടച്ച് ചെയ്ത്. ഇതിപ്പോ നമ്മൾ ഓൾഡ് ദുബായ് ആണ് കണ്ടത്, നമുക്ക് ന്യൂ ദുബായ് ആണ്. നമുക്ക് വലുതാക്കാൻ പറ്റുമോ? ഇല്ല, വലുതാക്കാനും പറ്റും. പ്ലസും മൈനസും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫോട്ടോന്റെ ഓപ്ഷൻസും ഉണ്ട് ഇതില്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അറബിയിലും കൂടെയാണ് എഴുതിയേക്കണത്. ഇത് സെൽഫിയുടെ ആണ്. അതിനൊരു പിടിച്ച് നോക്കല്ലേ. വെയിറ്റ്, നമുക്ക് സെൽഫി എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ. അയ്യോ, ഇനി നമുക്ക് നമ്മുടെ ന്യൂ ദുബായിലേക്ക് പോകാനായിട്ട് സമയമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ന്യൂ ദുബായിയുടെ സ്ക്രീനിലേക്ക് പോവാം. ന്യൂ ദുബായിലേക്ക് നേരെ നോക്കുമ്പോ ഉള്ള ഇതാണ്. ഞങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ട് റാസ് അൽ ഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. വേണ്ട, ന്യൂ ദുബായില് അതെ റോഡ്, മെയിൻ ആയിട്ട് റോഡ്, പിന്നെ ഉള്ളത് കുറെ വില്ലാസുകള് അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ബീച്ച് സൈഡൊക്കെ വരുന്നുണ്ട്. ശരിയാണ്. നമുക്ക് ഇപ്പുറത്തെ ഒരുപാട് തിരിക്കല്ലേ, ഒരു മിനിറ്റ്. ഓക്കെ, ശരിക്കും നല്ല ഡിസൈനിലൊക്കെ നോക്കി ഇവിടെ കാണാൻ പറ്റണത്. പയ്യെ പതുക്കെ തിരിച്ചോ. ഇവിടെ വാട്ടർ പാർക്ക് പോലത്തെ എന്തൊക്കെയോ ഉണ്ട്, മനസ്സിലാവണില്ല അതെന്താന്ന്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബുർജ് ഖലീഫ, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, ദുബായ് മാള്, എമിറേറ്റ്സ് ടവേഴ്സ്, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ. ഇത് തന്നെ എനിക്ക് ഇപ്പുറം ട്രേഡ് സെന്റർ ഒക്കെ ഇവിടെ നിന്നാണ്. ദുബായ് മെട്രോ അതും കാണാം. 2nd of December സ്ട്രീറ്റ്, ദ വേൾഡ് ഐലൻഡ്സ്. ഇത്ര സംഭവം നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും ന്യൂ ദുബായിയുടെയും ഓൾഡ് ദുബായിയുടെയും വ്യത്യാസം, പകലുള്ള കാഴ്ചകൾ. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ദുബായ് മാളല്ലേ, ദുബായ് മാളിന്റെ ഒരു പിക്ചറാണിത്. ഞങ്ങൾ ഒരു ദിവസം ദുബായ് മാളിലൊക്കെ പോയി എടുക്കാം അല്ലെ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയൊരു സ്ഥലമാണ്, ഒരുപാട് നടക്കാനുണ്ട്. അതെ, ബുർജ് ഖലീഫ 120. അതിന്റെ ഒരു ടൈം ഉണ്ട് അതുവരെ. അതെ, ഓക്കെ. ബുർജ് ഖലീഫയുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 95 കിലോമീറ്റേഴ്സ് അവേ. അതിന്റെ ടോപ്പ് 153 ഫ്ലോർ, വേൾഡ്സ് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ഫ്ലോർ, 148th ഫ്ലോർ, വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേഷൻ ഡെക്ക്. ഒരു 507 മീറ്റർ, വേൾഡ് ഹയസ്റ്റ് എലിവേറ്റർ. അവിടെ വരെ ലിഫ്റ്റ് വരുള്ളൂ. പിന്നെ 122nd ഫ്ലോർ, വേൾഡ് ഹയസ്റ്റ് റെസ്റ്റോറന്റ്. ദുബായ് മാളിൽ കയറണമെങ്കിലും നല്ലൊരു അല്ലെ എമൗണ്ട് ആകും. ദുബായ് മാളില്ല, സോറി, ദുബായ് മാളിൽ ചെന്നിട്ടാണ്. ദുബായ് മാളിൽ കയറാൻ ക്യാഷില്ല, പേ ചെയ്യണ്ട. ബുർജ് ഖലീഫയിൽ കയറണമെങ്കിൽ നമ്മൾ ദുബായ് മാളിന്റെ അകത്തൂടെയാണ് ബുർജ് ഖലീഫിലേക്ക് കയറേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടെ കയറാൻ എത്ര ദിറംസായി? അഡൽറ്റിന് 15, ചിൽഡ്രന് 25 ദിറംസും. അതില് 11 വയസ്സിന് താഴെയുള്ള മാത്രമേ കുട്ടികളായിട്ടുള്ളൂ കൂട്ടുള്ളൂ. നമുക്ക് ഇനി താഴേക്ക് പോവാം. അതിനുമുമ്പ് ഞാൻ ഒന്നും കൂടി ഇവിടുത്തെ ന്യൂ ദുബായിയുടെ ലൈറ്റ്സ് ആണ് ഇപ്പൊ കാണുന്നത്.
ഇപ്പൊ ഇവിടെ സമയം 8 മണി 7:45 ആയി. ഇത് ഓൾഡ് ദുബായിയുടെ ലൈറ്റ്സ് ആണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ് ഇപ്പോ. വേഗം ഞാനൊന്ന് കാണിച്ചു തന്നാണ്. കാരണം താഴെ ഇപ്പൊ എന്തോ ഒരു ഫൗണ്ടൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഫ്രെയിമിന്റെ മേളിൽ നിന്നും ഇറങ്ങാൻ പോണാണ്. അടിയിൽ എന്താ ലേസർ ഷോ ഉണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതെ നമ്മുടെ ലിഫ്റ്റിലേക്ക് കയറുന്നതാണ്. തന്നെ ലേസർ ഷോ കഴിഞ്ഞിട്ടുണ്ടായില്ലേന്നൊന്നും അറിയാൻ പാടില്ല. ഒന്ന് പിടിക്കോ, പിടിച്ചിരിക്കണം. എന്താണ് നടക്കുന്നത് നമുക്ക് ഇപ്പൊ കാണാം. രാത്രി നൈസ് വ്യൂ. ലൈറ്റ് ഒക്കെ പോയി രാത്രിയിലേക്ക് ഇതിപ്പോ ഏത് സൈഡാണ്? ഇതിപ്പോ നമ്മുടെ ന്യൂ ദുബായും ഓൾഡ് ദുബായും മിക്സ്ഡ് ആണ്. മിക്സഡ് ആണിത്. ഇപ്പുറം ന്യൂ, അത് ഓൾഡും. ഇത് ഇപ്പുറത്താണ് ന്യൂ, ഇപ്പുറത്തത് ഓൾഡ്. കാറൊക്കെ പോകുന്ന രസമുണ്ട്. ബിൽഡിംഗ് എന്റെ ചെവിയൊക്കെ കളയണം. താഴെ പിടിക്കോ? അയ്യോ, ഗ്രൗണ്ട് ഫ്ലോർ എത്തിയിട്ടുണ്ട്. ഓ ലൈറ്റ്. ഇപ്പൊ ഇവിടെയും ന്യൂ ദുബായ് മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ന്യൂ ദുബായ് മ്യൂസിയം. ഇത് റോബോട്ട്സ് ആണ്. ഫുൾ ന്യൂ ദുബായ് വ്യൂ, ദുബായ് സഫാരി. നമ്മുടെ ദുബായ് ഫ്രെയിം. ഇതെന്താണ്? കൈ വെക്കണം. അങ്ങനെയൊന്നുമില്ല, വേണ്ട വേണ്ട, കൈ എന്താണ് സംഭവം അറിയാൻ പാടില്ല നമുക്ക്. എന്തെങ്കിലും എന്താണ് അടിയിൽ ലേസർ ഷോ. ഇത് ഇങ്ങനെ വേവ് പോലെ എൻട്രൻസ് ഒരു മാഷം പോകേണ്ടത്. ഓക്കെ, അങ്ങോട്ട്. ഇല്ല മാഷെ, ഇവിടെ ഫൗണ്ടനിലുണ്ട്. ഇതാണ് ലേസർ ഷോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലേസർ ഷോ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്. കുറച്ച് പാട്ടുണ്ട്. പോവാ നമുക്ക്. അപ്പൊ നമ്മ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു.
പർച്ചേസിന് എന്തോ ഗോൾഡ് ആണെന്ന് തോന്നുന്നു. ഇത് കാണിച്ചില്ലേ? Don't touch the glass. Don't touch the glass. Touch the glass and this stone. ഡോൺ ടച്ച് എന്നല്ല എഴുതിയേക്കണത് നന്ദു. ഓ ദുബായ് ഫ്രെയിമിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. Largest building in a shape of a picture frame in Dubai. World record Guinness World. ഇതിന്റെ കാര്യങ്ങളൂടെ എഴുതിയിട്ടുണ്ട്. Measuring 150.24 meter. അതായത് 492 ഫീറ്റ് 10.96 ഇന്നൊന്നും ഇഞ്ചൊന്നായിരിക്കും. ഹൈ ആൻഡ് 95.53 meter achieved by Dubai municipality as verified in Dubai, UAE on 30th April 2019. Wow. കുറച്ച് ടീഷർട്സ് ഒക്കെ അല്ലേ, കുറച്ച് ഫ്രെയിം. അതെ അതെ അതെ. ദുബായ് ഫ്രെയിമിന്റെ കപ്പ്. ഓ ഞങ്ങളുടെ ഫോട്ടോ, ഫസ്റ്റ് എടുത്ത ഫോട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും. Excuse me. Oh. So it's not freezer, but if you like the picture, you have to purchase it. How much? So this one is 125 per picture. 3. Oh, this one we have this one. See that? ഒരു പിക്ചറിൽ എല്ലാ പിക്ചറിനും 50 ആക്കി 150. ഇല്ല, അത് വേറെ. അത് മറ്റേ 2 പിക്ചറിനാണ് 150. ഒരു പിക്ചറിന് ഇങ്ങനത്തെ കൊറേ ചിഹ്നങ്ങളുണ്ട് നമുക്ക്. അതെ, ദുബായ് ഫ്രെയിമിന്റെ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിലൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇത് എവിടെ ആ കോയിനോട് ഞാൻ നമുക്ക് അതെ അതെ. പക്ഷെ ഇതായിട്ട് എനിക്ക് തോന്നണ്ടത് ഇതാണ്. ഇത് അയ്യോ ഇതെന്താ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വെക്ക്. ശരി, തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ എക്സിറ്റ് ആണ്. ഓ ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് കണ്ടൊക്കെ വന്നത്. ഓക്കെ, ഇവിടെ ഒരു ലണ്ടൻ ഡയറിയുടെ ഒരു വാൻ കിടപ്പുണ്ട്. ഇപ്പൊ ഇവിടെ ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോ. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും കൂടെ ഉണ്ട്, സബീൽ പാർക്ക്. അതും ഫേമസ് ആണ് ഇവിടെ. അത് നമുക്കിപ്പോ വേറൊരു ദിവസം ഞങ്ങൾ വരാം. കാരണം ഇവർക്ക് സബീൽ പാർക്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാർക്കാണ് അവർക്ക് രണ്ടുപേർക്കും.
ഇത്രയും ദൂരത്തിലാണ് നമ്മളിപ്പോൾ കയറിയിട്ട് വന്നേക്കണത്. ആ മേളിൽ കാണുന്ന 3 ഗ്ലാസ് പോയിന്റ്സ് ഇല്ല, അതിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ സ്കെയറി വാക്ക് നടന്നത്. ഇതാണ് നമ്മ കയറിപ്പോയ സ്ഥലം. നമ്മൾ ഇറങ്ങിയത് അപ്പുറത്തെ വശത്തൂടെയാണ്. ഇപ്പം നമ്മൾ ചുറ്റി ഇവിടെ വന്നതാണ്. കണ്ടല്ലോ ഫ്രണ്ടിലൊക്കെ വെള്ളമാണ്. ഇവിടെ ഒരു ഫൗണ്ടൻ ഷോ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും അത് കഴിഞ്ഞു പോയി. ഓക്കെ, ഈ ഫ്രെയിമിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ റെഡാണിത്. ഇനി ഇതിന്റെ കളർ ചേഞ്ച് ആവും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ട് വേറൊരു കളർ വരും. ഇപ്പൊ അതിന്റെ കളറ് ഓറഞ്ചായി. ഇനി ഇത് പച്ചയൊക്കെ ആവും. ഞാൻ അത്ര സമയം ഇവിടെ നിൽക്കുമെന്ന്, കാരണം അനു ടയേർഡാണ്. അത് കൊള്ളാം. മൂൺ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാം. അതിന്റെ ചെറുതായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ആയി തുടങ്ങി, ഗ്രീനിലേക്ക് മാറുന്നുണ്ട്. ഇതിന്റെ എന്താണെന്നോ സാധനം. ഉണ്ടോ ഇപ്പൊ ഗ്രീനായി. ഞങ്ങളപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വരാൻ ബസ് ഉണ്ട്. അൽവാസൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ബസ് ഇവിടെ ഉണ്ട്, F9. അപ്പൊ ആ ബസ്സിൽ കയറിയാലും ഫ്രെയിമിൽ വരാം. അപ്പൊ നന്ദു പോവാം നമുക്ക്. ബൈ ബൈ. അനു, പുതിയ സ്ഥലങ്ങളും പുതിയ ഭക്ഷണങ്ങളും എല്ലാ സംഭവങ്ങളായിട്ട് പിന്നെയും എത്തുന്നതാണ്. ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.